ഗീത 12ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഗീതയ്ക്ക് അമ്മയില്ല. അവളുടെ ജനനത്തോടുകൂടി തന്നെ അവളുടെ അമ്മ മരണപ്പെട്ടു. അതിനുശേഷം ഗീതയുടെ അച്ഛൻ വേലുമണി അവൾക്ക് അമ്മയില്ലാത്തതിന്റെ സങ്കടം അറിയിക്കാതെ അവളെ നന്നായി വളർത്തിക്കൊണ്ടുവന്നു. അയാളുടെ പേര് വേലുമണി എന്നാണെങ്കിലും ഗീത അച്ഛനെ സ്നേഹത്തോടുകൂടി മണിയച്ച മണിയച്ച എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ വിളിക്കുന്നത് കൊണ്ട് അവിടെ അടുത്ത് താമസിക്കുന്നവരൊക്കെ അവളെ അച്ഛനെ പേര് ചൊല്ലി വിളിക്കുന്നു എന്ന് പറഞ്ഞ് വഴക്കു പറയുമായിരുന്നു. അവൾ അങ്ങനെ വിളിച്ച് ശീലിച്ചതുകൊണ്ട് അവൾക്ക് അത് മാറ്റാനേ സാധിക്കുന്നതുമില്ല. വേലുമണി ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ വർഷങ്ങളായി പാചകക്കാരനായി ജോലി നോക്കി വരികയാണ്. ഒരു ദിവസം വേലുമണി രാവിലെ ജോലിക്ക് പോകാനായി തയ്യാറായപ്പോൾ, ഗീത, ഞാൻ ജോലിക്ക് പോകാൻ പോവാണ് മോളെ, നീ സൂക്ഷിച്ചിരിക്കണേ എന്ന് പറഞ്ഞു. മണിയച്ചാ, പരീക്ഷയൊക്കെ കഴിഞ്ഞു. വീട്ടിലാണെങ്കിൽ ടിവിയും ഇല്ല. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് ഭയങ്കര മടുപ്പാ. ഞാൻ എന്റെ ഫ്രണ്ട് അബിയുടെ വീട്ടിലോട്ട് പോട്ടെ. അതിനയാൾ, അങ്ങനാണോ, ശരി, നീ പോകാൻ നേരം വീടെല്ലാം കൂട്ടിട്ട് പോണേ, ഞാൻ വരുന്നതിന് മുൻപ് നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് അയാൾ ജോലിക്ക് പോയി. അച്ഛൻ ജോലിക്ക് പോയതിനു ശേഷം ഗീത അവളുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോയി. ഗീതയെ കണ്ടതും അവളുടെ ആ കൂട്ടുകാരി, ഹായ് ഗീത, വാ വാ. അഭി, വീട്ടില് ഭയങ്കര ബോറാണ്, ടിവിയും ഇല്ല. നിനക്കറിയാലോ, അതാ നിന്റെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു വന്നത്. ഗീതയും അവളുടെ സുഹൃത്തും ഒരുപാട് നേരം അങ്ങനെ സംസാരിച്ചു കൊണ്ടു നിന്നു. അപ്പോ അബിക്ക് ഫോൺ വന്നു. അവൾ ഫോൺ എടുത്ത് സംസാരിച്ചു. ഹായ് മിയ, പറയടി, റിസൾട്ട് ഡേറ്റോ? അറിയില്ലടി, ഇതുവരെ ഡേറ്റ് കൺഫേം ആയിട്ടില്ലെന്നാ തോന്നുന്നേ. അബി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോ അവളോട് ഗീത, അബി, നിന്റെ അച്ഛന്റെ ഫോണാണോ ഇത്? സൂപ്പറായിട്ടുണ്ടടി. അല്ല, നിന്റെ അച്ഛന്റെ ഫോൺ നീ തന്നെയാണോ സൂക്ഷിക്കാറ്? അച്ഛന്റെ ഫോണോ? ഇതെന്റെ ഫോണാണടി. ഞാൻ +2 കഴിഞ്ഞപ്പോ എന്റെ അച്ഛൻ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛൻ വാങ്ങിയും തന്നു. അതാണ് എന്റെ അടിപൊളി അച്ഛൻ. ഗീത ആ ഫോൺ വാങ്ങി നോക്കി. അതിലുണ്ടായിരുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നോക്കി. ഗീത ആ ഫോൺ ഒരുപാട് നേരം നോക്കിയതിനു ശേഷം അബി ആ ഫോൺ തിരികെ വാങ്ങി. ഹേയ് ഗീത, നീയും നിന്റെ അച്ഛനോട് പറഞ്ഞ് ഫോൺ വാങ്ങാലോ. നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിലെല്ലാം ഫോൺ ഉണ്ടല്ലോ. അവൾ അങ്ങനെ പറഞ്ഞപ്പോ ഗീതയ്ക്കും ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. പക്ഷേ അവളത് വെളിയിൽ കാണിച്ചില്ല. ഇല്ല അബി, ഇപ്പോ ഫോൺ വാങ്ങണോന്ന് തോന്നില്ല. റിസൾട്ട് വന്നിട്ട് അച്ഛനോട് ചോദിക്കാന്ന് കരുതുന്നു. മണിയച്ഛൻ്റെയില് ഇപ്പോ പണം ഉണ്ടോന്നും എനിക്ക് അത്ര ഉറപ്പില്ല. ശരിടി, മണിയച്ഛൻ വരാനുള്ള സമയമായി. ഞാൻ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ബൈ. ഗീത വീട്ടിലെത്തിയതിന് കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു. നീ നല്ല കുട്ടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ വേഗം വീട്ടിലേക്ക് വന്നല്ലോ. നിനക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്ന് പറ. ഗീത ആശ്ചര്യത്തോടെ നോക്കിയിട്ട്, മണിയച്ചാ, എന്താ അത്? എന്റെ കയ്യിലോട്ട് താ, ഞാൻ നോക്കട്ടെ. വേലുമണി അയാളുടെ കയ്യിൽ വെച്ചിരുന്ന ഫോൺ ഗീതയെ കാണിച്ചതും ഗീത വളരെ ഉഷാറായി. ജോലിസ്ഥലത്തെ കൊച്ചമ്മയാണ് ഈ ഫോൺ എനിക്ക് തന്നത്. വെളിനാട്ടിലെ ഫോണാന്ന്. അവരുടെ മകൻ വെളിനാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവൻ വേറെ ഫോൺ വാങ്ങിയെന്നാ പറയുന്നത്. അതുകൊണ്ടാ നമുക്ക് ഈ ഫോൺ തന്നത് എന്ന് ഗീതയോട് വേലുമണി പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി മണിയച്ചാ. ഇത് ഞാൻ തന്നെ വെച്ചോട്ടെ. ഇത് നിനക്ക് തന്നെ ആടി. ഓൺലൈൻ ക്ലാസ്സിന് പോലും നീ അടുത്തുള്ള കൊച്ചിന്റെ മൊബൈൽ ഫോണിലല്ലേ പഠിച്ചത്. എനിക്ക് അത് വാങ്ങിത്തരാൻ പറ്റിയില്ല. ഇത് നീ തന്നെ വെച്ചാ മതി. ഗീത ആ ഫോൺ രാത്രി വരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗീത അവളുടെ സുഹൃത്ത് അബിയുടെ വീട്ടിലേക്ക് ആ ഫോൺ എടുത്തുകൊണ്ട് പോയി. ആ ഫോൺ കണ്ടതും അവളുടെ സുഹൃത്ത് അബി, എടീ, ഇത് വെളിനാട്ടിലെ ഫോൺ പോലെ ഉണ്ടല്ലോ, ഇങ്ങ് തന്നെ നോക്കട്ടെ. അബി ആ ഫോൺ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നതും അവൾ അവളുടെ ഫോൺ മറന്നുപോയി. അബി ഗീതയുടെ ഫോണിൽ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു കൊടുത്തു. ഗീത, സോഷ്യൽ മീഡിയയിലെ ഒരുപാട് ആപ്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. നമ്മുടെ ഫോട്ടോ ഇതിലിടാൻ പറ്റും. നമുക്ക് ആടിപ്പാടി വീഡിയോസ് പോലും ഇതിനകത്ത് ഇടാൻ പറ്റും. അവളുടെ സുഹൃത്ത് അബി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് അവൾ ഭയങ്കര ഉഷാറായി. ഓൺലൈനിൽ ഗീതയും അബിയും ഡെയിലി സംസാരിക്കുമായിരുന്നു. അവർ രണ്ടുപേരും അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിൽ കൂടിയും ഇപ്പൊ അവർ തമ്മിൽ കാണാതെ ഫോണിൽ തന്നെയായി സംസാരമൊക്കെ. ഇവർക്ക് രണ്ടുപേർക്കും ഫോൺ സ്വന്തമായി കിട്ടിയത് മുതൽ അവർക്ക് തമ്മിൽ തമ്മിൽ കാണണമെന്ന് കൂടിയില്ല. ഗീത വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ തനിച്ചാണെങ്കിൽ കൂടിയും തനിച്ചാണ് എന്നൊരു തോന്നൽ അവൾക്കില്ല.
കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ സുഹൃത്തുക്കളോടെല്ലാം അവൾ ചാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഗീതയുടെ അക്കൗണ്ടിലേക്ക് ഒരു പുതിയ ഐഡിയിൽ നിന്ന് മെസ്സേജ് വന്നു. ഗീത ആ ഐഡിയിലേക്ക് പോയി നോക്കിയതും അതിലുണ്ടായിരുന്ന എല്ലാ പോസ്റ്റുകളിലും സുഹൃത്തുക്കളെക്കുറിച്ചുള്ള കവിതകളായിരുന്നു. അതൊക്കെ ഗീതയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ പോസ്റ്റുകൾ എല്ലാം തന്നെ ലൈക്ക് ചെയ്തു. അതിനുശേഷം ആ ഐഡിയിൽ നിന്ന് തുടർന്ന് മെസ്സേജുകൾ വന്നുകൊണ്ടേയിരുന്നു. ഗീതയും മെസ്സേജ് ചെയ്തു. ദിവസവും മെസ്സേജ് ചെയ്ത് ഒരാണാണ് ആ ഐഡിയിൽ നിന്ന് മെസ്സേജ് അയക്കുന്നതെന്ന് ഗീതയ്ക്ക് മനസ്സിലായി. അതറിഞ്ഞതും ഗീതയ്ക്ക് സംസാരിക്കാൻ ഒരു മടിയായി. എന്നിരുന്നാലും അവൻ ഒരു സുഹൃത്തായാണല്ലോ തന്നോട് സംസാരിക്കുന്നതെന്ന് ആലോചിച്ചു. ഇങ്ങനെ തന്നെ നാളുകൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവളുടെ പരീക്ഷാ റിസൾട്ട് വന്നു. അവൾ പരീക്ഷയ്ക്ക് വളരെ നല്ല മാർക്കുകൾ വാങ്ങി സ്കൂളിൽ തന്നെ 2ാം സ്ഥാനത്തിലേക്ക് വന്നെത്തി. അതറിഞ്ഞതും ഗീതയുടെ അച്ഛൻ വളരെ സന്തോഷത്തിലായി. വീട്ടിലേക്ക് വന്നപ്പോ ഒരുപാട് മധുരപലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ഗീത ഗീത എന്നാ മോളെ മധുരം കഴിക്ക്. നിന്റെ മാർക്ക് എന്റെ കൊച്ചമ്മയോട് പറഞ്ഞതും അവർക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു. നാളെ നിന്നെ കൂട്ടിയിട്ട് പോവാം കേട്ടോ എന്ന് പറഞ്ഞു. ഗീതയ്ക്ക് അവളുടെ സുഹൃത്ത് അബി ഫോൺ ചെയ്തു. ഹേയ് ഗീത, കൺഗ്രാറ്റ്സ് ഡി, നല്ല മാർക്കാണല്ലോ നീ വാങ്ങിയത്. അടുത്തത് എന്താണ് നീ പഠിക്കാൻ പോകുന്നത്? അല്ല, നിന്റെയില് ഫോൺ ഉണ്ടല്ലോ, അതില് എന്തൊക്കെ കോഴ്സസ് ആണോ ഉള്ളതെന്ന് നോക്കാലോ. ശരിടി, ഞാൻ നോക്കാം. അല്ല, നിന്നെ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊന്നും കാണാറേ ഇല്ലല്ലോ, എന്ത് പറ്റി? ഓഹ് അതാണോ, ഒരു ഐഡിയിൽ നിന്ന് കുറെ നാളായിട്ട് എനിക്ക് മെസ്സേജുകൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഞാനും തിരിച്ച് മെസ്സേജൊക്കെ അയച്ചു. അതിനുശേഷം എനിക്ക് മനസ്സിലായേ അതൊരു ഫേക്ക് ഐഡി ആണെന്ന്. ഉടനെ തന്നെ ഞാൻ ആ ഐഡി ബ്ലോക്ക് ചെയ്തിട്ട് പിന്നീട് ഞാൻ സമൂഹ മാധ്യമങ്ങളിലേക്ക് വന്നതേയില്ല. അയ്യോ അബി, ഇതൊന്നും അറിയാതെ ഞാനും ആ അക്കൗണ്ടില് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ആണോ? അവനൊരു ഫ്രോഡാണെന്നാ തോന്നുന്നേ. നീ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തോ? അതിനുശേഷം ഗീത ആ ഐഡി ബ്ലോക്ക് ചെയ്തു. അബി ആ അക്കൗണ്ടിനെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ, ബ്ലോക്ക് ചെയ്യണമായിരുന്നോ എന്ന് ഗീത ആലോചിച്ചു നോക്കി. പിറ്റേ ദിവസം രാവിലെ വേലുമണി ജോലിക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ, മോളെ ഗീതേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നീ മറന്നുപോയോ? മോള് വേഗം വാ, താമസിക്കുവാണെങ്കിൽ കൊച്ചമ്മ വെളിയിലേക്ക് വല്ലതും പോയി പോവും എന്ന് അദ്ദേഹം ഗീതയോട് പറഞ്ഞു. വേലുമണി ഗീതയെ കൂട്ടിയിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്ന വീട്ടിലേക്ക് പോയി. അവരുടെ വീടിന് മുൻപിലായി ഒരു പോലീസ് ജീപ്പ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു പോലീസുകാരൻ ആ വീട്ടിൽ നിന്ന് കൊച്ചമ്മയുടെ മകനെ വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഗെടാ, നീ ഫേക്ക് ഐഡി വെച്ചിട്ട് പെമ്പിള്ളാരെ പറ്റിച്ചോണ്ടിരിക്കുകയാണോടാ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം കേട്ടപ്പോ ഗീത ഞെട്ടിപ്പോയി. അബി പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. നല്ല കാര്യം, പെട്ടെന്ന് തന്നെ ഇവനെ ബ്ലോക്ക് ചെയ്തു. അത് മാത്രമല്ല, അത് കൊച്ചമ്മയുടെ മോനായിരുന്നു. പക്ഷേ ഇയാള് നല്ല പഠിപ്പുണ്ടെന്നാണല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞത്. ഈ കാലത്ത് ആരെ വിശ്വസിക്കാനാ എന്ന് ഗീത മനസ്സിൽ ആലോചിച്ചു. ഒരു സ്ഥലത്ത് ഒരു വലിയ കാർ ഷോറൂം ഉണ്ടായിരുന്നു. ആ കാർ ഷോറൂം ആ ഏരിയയിൽ ഏറ്റവും വലിയ കാർ ഷോറൂമായിരിക്കുന്നതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വിലയുള്ള കാറുകൾ മാത്രമാണ് വിൽക്കപ്പെട്ടിരുന്നത്. വലിയ വലിയ കോടീശ്വരന്മാര് മാത്രമാണ് ആ ഷോറൂമിൽ വന്ന് കാറുകൾ വാങ്ങിയിരുന്നത്. ഒരു കാറിന് എന്തായാലും കോടികൾ വിലയുണ്ട്. ആ കാർ ഷോറൂമിലുള്ള ഏറ്റവും വില കുറഞ്ഞ കാറിന് തന്നെ 1 കോടി രൂപയാകും. ഒരു ദിവസം ആ കാർ ഷോറൂമിലേക്ക് ഒരാൾ വന്നു. അയാളാണെങ്കിൽ ഒരു അഴുക്ക് ലുങ്കിയും ഒരു ടീഷർട്ടുമാണ് ധരിച്ചിരുന്നത്. അയാൾ ഉടുത്തിരിക്കുന്ന ആ ലുങ്കിക്ക് ഒരു 200 രൂപയായിരിക്കും വില. ടീഷർട്ടിന്റെ വിലയോ ഒരു 100 രൂപയായിരിക്കും. കാലില് സാധാരണ ഒരു ചെരുപ്പിട്ടിട്ടുണ്ട്. അയാൾ ആ കാർ ഷോറൂമിനകത്തേക്ക് വന്നത് കണ്ട ആ കാർ ഷോറൂം മാനേജർ, ഏയ് ആരാ നിങ്ങൾ അകത്തേക്ക് വിട്ടത്? എടോ വാച്ച്മാനെ, ഡേയ് അങ്ങനെ ദേഷ്യപ്പെട്ടു. ഉടനെ അയാൾ പറഞ്ഞു, അനിയ, കാർ മേടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? കാർ മേടിക്കാൻ വന്നോ? കാണാൻ പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ. ഈ കാർ ഷോറൂമിലുള്ള ഓരോ കാറിനും എന്താണ് വിലയെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ കാറിനും കോടിക്കണക്കിനാണ് വിലയുള്ളത്. നിങ്ങൾ മാസം എത്ര സമ്പാദിക്കും? 100 രൂപയാണോ അതോ 200 രൂപയോ? താൻ ആയുസ് മൊത്തവും പണിയെടുത്താലും ഇവിടെയുള്ള ഒരു കാറിന്റെ 4 ടയർ പോലും വാങ്ങാൻ പറ്റത്തില്ല എന്ന് വളരെ ഒച്ചത്തിൽ സംസാരിച്ചു ആ മാനേജർ. അനിയ, ബഹളം വെക്കാതെ പതുക്കെ പറഞ്ഞാ മതി. ശരി, എനിക്ക് കാറ് കാണാൻ പറ്റുമോ എന്ന് അയാൾ ചോദിച്ചു. എടോ, ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ?
താൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് വെളിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ, അതോ ഞാൻ വാച്ച്മാനെ വിളിച്ചിട്ട് നിങ്ങളെ തൂക്കിയെടുത്ത് വെളിയിലോട്ടിടണോ? ദേഷ്യത്തോടെ പറഞ്ഞു ആ കാർ ഷോറൂം മാനേജർ. ശരി, അനിയൻ എന്താണ് പ്രശ്നം? ഒരു കാർ വാങ്ങാൻ വന്ന കസ്റ്റമറിനോട് നിങ്ങൾ ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഹലോ, നിങ്ങൾ ആരാ? താൻ കാർ വാങ്ങാൻ വന്നോ? തൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് മാനേജർ ചോദിച്ചു. പൈസയുടെ കാര്യത്തിൽ താൻ എന്തിനെങ്ങനെ ടെൻഷൻ ആകുന്നത്? വില പറയേ, പണം ഞാൻ തരാം എന്ന് അയാൾ പറഞ്ഞു. അദ്ദേഹം വീണ്ടും കാർ കാണണം എന്ന് നിർബന്ധിച്ചതുകൊണ്ട് വേണം വേണ്ട എന്ന മട്ടിൽ അയാളെ കാറിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പറയടോ, തനിക്ക് ഏത് കാർ വേണം എന്ന് ആ കാർ ഷോറൂം മാനേജർ ചോദിച്ചു. അയാൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കാറുകളിലേക്കും ഒന്ന് നോക്കി. എന്നിട്ട് ഒരു കാറിലേക്ക് കൈ ചൂണ്ടിയിട്ട് എന്താണ് വിലയെന്ന് ചോദിച്ചു. ഉടനെ ആ കാർ ഷോറൂം മാനേജർ ആ കാറിന്റെ വില പറഞ്ഞു കൊടുത്തു. ഈ കാറിന്റെ വില 4 കോടിയാണ്. എന്താ, 4 കോടിയുള്ളോ? ഞാൻ ഇതിലും കൂടുതലാണ് പ്രതീക്ഷിച്ചത്. ശരി, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കാർ ഏതാണ് എന്ന് അയാൾ ചോദിച്ചു. ദോ, ഈ കാർ തന്നെയാണ്, 15 കോടി രൂപയാണ് എന്ന് ആ മാനേജർ പറഞ്ഞു. ശരി, ചെക്ക് നിങ്ങൾ വാങ്ങിക്കില്ലേ എന്ന് പറഞ്ഞ അയാൾ 15 കോടിയുടെ ചെക്ക് എഴുതി മാനേജറിനെ ഏൽപ്പിച്ചു. ആ കാർ ഷോറൂം മാനേജറിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ ഇത്? 15 കോടി രൂപയ്ക്ക് ഈ മനുഷ്യൻ സിംഗിൾ ചെക്ക് എഴുതി തരുന്നുണ്ടല്ലോ, കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചു കൊണ്ട് നിന്ന മാനേജർ ഓഫീസ് അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ആ ചെക്ക് ഏൽപ്പിച്ചു. ആ ചെക്ക് വാങ്ങിയ അയാൾ ബാങ്കിലേക്ക് പോയി ആ ചെക്ക് കൊടുത്തു. ഉടനെ തന്നെ ആ 15 കോടി രൂപ ഷോറൂം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും ചെയ്തു. വേഗം ഓടി വന്ന അയാൾ ഷോറൂം മാനേജറിനോട് പണം ട്രാൻസ്ഫർ ആയ വിവരം പറഞ്ഞു. അത് കേട്ടതും മാനേജറിന് അതിശയമായിട്ടുണ്ടായിരുന്നു. ഇതാരാണ് ദൈവമേ, കാണാൻ ഒരു പിച്ചക്കാരനെ പോലുണ്ടല്ലോ, പക്ഷെ 15 കോടി രൂപയുടെ ചെക്ക് തന്നിരിക്കുന്നു. അവൻ ആ അതിശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരാൻ കുറച്ച് സമയമെടുത്തു. സർ, നിങ്ങൾ ആരാണ്? വളരെ സൗമ്യമായി ചോദിച്ചു. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഞാനൊരു പിച്ചക്കാരനാണെന്ന്. അതെ, ഞാനൊരു പിച്ചക്കാരൻ തന്നെയാണ് എന്ന് അയാൾ പറഞ്ഞു. അതിന് ഷോറൂം മാനേജറിന് എന്ത് മറുപടി പറയണം എന്നറിയില്ല. സർ, ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ലുങ്കിയും ടീഷർട്ടും ഇട്ടുകൊണ്ട് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം അയാൾ പറഞ്ഞു. ഞാൻ വീട്ടില് എപ്പോഴും ലുങ്കിയും ടീഷർട്ടും ഒക്കെ തന്നെയാണ് ധരിക്കാറുള്ളത്. അതുകൊണ്ട് ആ ഡ്രസ്സിൽ തന്നെ കാർ വാങ്ങാൻ വന്നു. എന്തേ ലുങ്കിയും ടീഷർട്ടിലും വന്നാ നിങ്ങൾ മര്യാദ കൊടുക്കില്ലേ എന്ന് അയാൾ ചോദിച്ചു. അപ്പോ മാനേജർ ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് ആ കാർ ഡെലിവറിക്ക് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോയി. അപ്പോ മാനേജർ അയാൾ ആരായിരുന്നു എന്ന് അന്വേഷിച്ചു. അയാൾ വളരെ ദൂരത്തുള്ള ഒരു ഗ്രാമത്ത് താമസിക്കുന്ന ആളാണെന്നും ചില കമ്പനികൾ വെളിരാജ്യങ്ങളിൽ ഉണ്ടെന്നതും മനസ്സിലായി. ഒട്ടും മാന്യത കൊടുക്കാതെ സംസാരിച്ചല്ലോ എന്ന് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു. കാർ വാങ്ങിയിട്ട് പോയ അദ്ദേഹത്തിന് കാർ ഷോറൂമിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഒരു വലിയ അപമാനമായി തോന്നി. ലുങ്കി ഉടുത്ത് ടീഷർട്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും മര്യാദ കൊടുക്കില്ലല്ലേ? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോ. താൻ 15 കോടി രൂപയ്ക്ക് വാങ്ങിയ കാറ് ചവറെടുക്കാൻ വിട്ടു. ഗ്രാമത്തിലുള്ള എല്ലാ ചവറുകളും കോരുന്നത് എല്ലാവരും അറിഞ്ഞു. ആ കാർ ഷോറൂം മാനേജർ അദ്ദേഹത്തെ അന്വേഷിച്ചു വന്നു. അന്ന് നടന്ന എല്ലാത്തിനും ഞാൻ സാറിനോട് ക്ഷമ ചോദിച്ചതല്ലേ, എന്നിട്ട് എന്നോടുള്ള ദേഷ്യത്തിന് സാറ് കാറ് കൊണ്ട് ഇങ്ങനെ ചവറ് വാരുന്നുണ്ടല്ലോ. കമ്പനിന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് നിർത്താൻ സാറിനോട് വന്ന് പറയണം എന്ന് ആ മാനേജർ പറഞ്ഞു. അനിയ, ഈ കാറ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഇത് വെച്ച് ഞാൻ ചിലപ്പോ ചവറ് വാരും, എന്ത് വേണമെങ്കിലും ചെയ്യും. അതെന്താണെന്ന് ചോദിക്കാൻ ആർക്കും അനുവാദമില്ല എന്ന് പറഞ്ഞു. അതിനാ കാർ ഷോറൂം മാനേജർ, സാറ് വന്നപ്പോ മര്യാദയായിട്ട് സംസാരിക്കാത്തത് എന്റെ തെറ്റാണ്. സാറിന്റെ ഡ്രസ്സ് കണ്ട് ഞാൻ പെരുമാറി. ഞാൻ ഇനി ഇതുപോലെ ആരോടും പെരുമാറില്ല. ദയവ് ചെയ്ത് സാറ് ചവറ് വാരാൻ കാറ് വിടരുത്. സാർ ഇങ്ങനെ ചെയ്ത കാർ കമ്പനിക്ക് ഒരു വിലയില്ലാതായി പോവും. പിന്നെ ആ കാർ ആരും മേടിക്കില്ല. ഞങ്ങളുടെ കാർ ഷോറൂമിൽ നിന്ന് കാറ് വിറ്റില്ലെങ്കിൽ പിന്നെ ആ ഷോറൂമിലുള്ള എല്ലാ ജോലിക്കാർക്കും ജോലി പോകും. അത് കേട്ടതും അദ്ദേഹത്തിന്റെ മനസ്സ് മാറി. ശരി, ഇനി മുതൽ നിങ്ങളുടെ കാർ ഷോറൂമില് ആരെന്ത് ഡ്രസ്സിൽ വന്നാലും ഒരേപോലെ മര്യാദ കൊടുക്കണം. അത് കാറ് വാങ്ങാൻ വന്ന ആളാണെങ്കിലും ശരി, കാറ് കാണാൻ വന്നതാണെങ്കിലും ശരി എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മാനേജർ ശരി എന്ന് പറഞ്ഞ് തലയാട്ടി. അതിനുശേഷം മാനേജർ അവിടെ നിന്ന് തിരികെ പോയി.
അദ്ദേഹം ആ വിലയേറിയ കാറ് കൊണ്ട് ചവറ് വാരുന്ന ആ പ്രവൃത്തി നിർത്തിവെച്ചു. ഇതിനുശേഷം ആ കാർ ഷോറൂമിൽ ആര് വന്നാലും ഒരേപോലെ മര്യാദ കൊടുക്കാൻ ആ മാനേജർ ആരംഭിച്ചു.